നമസ്കാരം. ഞങ്ങളുടെ മൺസൂൺ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോവയിലെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങൾ ഇന്ന് ട്രെയിൻ കയറി മഹാരാഷ്ട്രയിലെ രത്നാഗിരി എന്ന സ്ഥലം വരെ പോവുകയാണ്. ഇന്ന് പോകുന്ന ട്രെയിന് കുറച്ച് പ്രത്യേകതയുണ്ട്. മഡ്ഗാവിന്ന് സാവന്തവാടി റോഡ് വരെ ഈ ട്രെയിൻ പാസഞ്ചർ ആയിട്ടാണ് പോവുക. സാവന്തവാടിയിൽ നിന്ന് മുംബൈയിലെ ദിവ വരെ എക്സ്പ്രസ് ട്രെയിൻ ആയിട്ടും, അതായത് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കൊങ്കൺ റെയിൽവേയിലെ ഒരേ ഒരു LHP പാസഞ്ചർ ട്രെയിൻ കൂടിയാണിത്. രാവിലെ 6:20 നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. രാവിലെ 5 മണി സ്റ്റേഷന്റെ മുന്നിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഇവിടെ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ റെന്റൽ ബൈക്ക് വേണോ കാറ് വേണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ ഭാഗത്ത് വരും. പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറൊക്കെ ആ ഭാഗത്താണ് വരുന്നത്. മഡ്ഗാവ് എന്നൊക്കെ എഴുതി കാണാം. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. മഡ്ഗാവിൽ ആകെ 6 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇത് 6ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ്. ഇത് മഡ്ഗാവ് ഹാപ്പ എക്സ്പ്രസിന്റെ ഒരു MT റേക്കാണ്. പിന്നെ അവിടെ തന്നെ തേജസ് ഉണ്ട്. ചെറുതായിട്ടുള്ള ഒരു മഴയുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഏത് പ്ലാറ്റ്ഫോം എന്നാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വണ്ടീന്റെ റേക്ക് പോലും ഈ ഭാഗത്ത് എവിടെയും കാണുന്നില്ല. ഇവിടെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ തന്നെ ഐ ലവ് ഗോവ എന്നുള്ള ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് പോകാനുള്ള വണ്ടി വരിക 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇത് വണ്ടി വരുന്നുണ്ട്. 5:54 ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടി വരുന്നത്. ട്രെയിൻ നമ്പർ 50-108 മഡ്ഗാവ് സാവന്തവാടി റോഡ് പാസഞ്ചർ. WP4 ആണ് ലോക്കോമോട്ടീവ്. ചന്ദ്രകാശിന്റെ ആണ് കേട്ടോ. സാവന്തവാടിയിൽ നിന്ന് ദിവയിലേക്ക് റിസർവേഷൻ ഉണ്ട്. ഇതില് 3rd AC എക്കണോമി ഒക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. നമുക്ക് എന്തായാലും ഈ ഒരു പുറകു ഭാഗത്തായിട്ട് കയറാം. അല്ലെങ്കിൽ മുന്നിലോട്ടും പോവാം. എവിടെ വെച്ചാൽ കയറാം. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്തായാലും വണ്ടിയിൽ. ഗോവ എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അതിപ്പോ വന്നതേ ഉള്ളൂ. നല്ല വണ്ടിയാണ്. 3rd AC എക്കണോമിയാണ് ഇത് കേട്ടോ. M3, അതായത് 3 3rd AC എക്കണോമിയാണ് ഉള്ളത്. ചെറിയ വണ്ടിയാ. കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് കോച്ച് ആയിരിക്കും. അതെ, ഇതല്ലേ വണ്ടി ഇത്രയേ ഉള്ളൂ. ട്രെയിനിന്റെ ഏറ്റവും പുറകിൽ തന്നെ വലിയൊരു ബോർഡുണ്ട്. റേക്ക് ഷെയറിങ്ങും പേരൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. 50-108 നമ്മളിപ്പോൾ പോകുന്ന ആ ഒരു പാസഞ്ചറിന്റെ നമ്പറും. അതിനുശേഷം സാവന്തവാടിയിൽ നിന്ന് ദിവയിലേക്ക് പോകുമ്പോൾ സിന്ധുദുർഗ് എക്സ്പ്രസ് ആണ്. അതിന്റെ നമ്പർ 10-106 അങ്ങനെ രാവിലെ തന്നെ ഇതാ നല്ല മഴ വന്നിരിക്കുകയാണ്. നല്ല തകർപ്പൻ മഴ. ട്രെയിനിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറാം. സിന്ധുദുർഗ് എക്സ്പ്രസിന്റെ കാര്യം പറയുമ്പോൾ D4 വരെയാണ് ഉള്ളത്. 2nd സീറ്റിങ്. അതായത് ഈ കാണുന്ന കോച്ചില്ലേ, അത് D4 ആണ്. പിന്നെ ഇവിടുന്ന് ഇതൊക്കെ റിസർവ്ഡ് തന്നെയാണ് കേട്ടോ. ഇത് ഡോറൊക്കെ ഇവിടെ തുറക്കുന്നുണ്ട്. നമുക്ക് കയറാം. വണ്ടി പുറപ്പെടാൻ ഇനി ഒരു 20 മിനിറ്റും കൂടെ ഉള്ളൂ. മഴയത്ത് പുറത്തൂടെ നടക്കണ്ട, നമുക്ക് അകത്തൂടെ തന്നെ നടക്കാം. ഞങ്ങൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു 2 വർഷം മുന്നേ. അത് മഡ്ഗാവിന്ന് സാവന്തവാടി റോഡ് വരെയാണ്. നമ്മുടെ കേരളത്തിലുണ്ട് ഒരു LHP പാസഞ്ചർ. അത് നമ്മുടെ തിരുവനന്തപുരം നോർത്തുനിന്ന് നാഗർകോവിലേക്കുള്ള വണ്ടിയാണ്. ഇതിലൊന്നും ആരും വന്നിട്ടില്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാമല്ലോ. എല്ലായിടത്തും നല്ല വൃത്തിയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു കോച്ചിലാണ് കയറിയത്. ഇതിലാരും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അവിടെ 2 ചാർജിങ് പോയിന്റ് ഉണ്ട്. നമ്മളിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിലും ഇവിടെ 2 ഉണ്ട്. അതെന്തായാലും ഉപകാരപ്പെട്ട്. അതായത് ഡോറിന്റെ ഈ ഭാഗത്താണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ടോയ്ലറ്റിന്റെയും വാഷ്റൂമിന്റെയും ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യത്തിന് നല്ല വൃത്തിയുള്ളൊരു ഏരിയ തന്നെയാണിത്. നമ്മൾ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് മഡ്ഗാവ് വരെയുള്ള കാഴ്ചകളൊക്കെ കണ്ടല്ലോ, അതായത് മത്സ്യഗന്ധ എക്സ്പ്രസിൽ. ഇനിയിപ്പോ മഡ്ഗാവിൽ നിന്ന് രത്നാഗിരി വഴി നേരെ മുംബൈ വരെയുള്ള നല്ല കാഴ്ചകളാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഈ പകൽ സമയത്ത് കൊങ്കൺ റെയിൽവേയിലെ മുഴുവൻ സ്റ്റേഷനും കാണണമെങ്കിൽ ഈ ട്രെയിനിൽ തന്നെ നമുക്ക് യാത്രയാണ്. കാരണം ഇതിനെല്ലായിടത്തും ഓൾറെഡി സ്റ്റോപ്പ് ഉണ്ടല്ലോ.
ഞങ്ങളിന്ന് ഈ ട്രെയിനിൽ നേരെ മുംബൈയിലേക്ക് തന്നെയാണ് പോകുന്നത്. പനവേലി വരെയാണ് പോകുന്നത്. പക്ഷെ ഇത്രയും സ്റ്റേഷനുകളും കാഴ്ചകളൊക്കെ കാണിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു വീഡിയോ നമുക്ക് എന്തായാലും രത്നാഗിരി വരെ ചെയ്യാം. അതായത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് രത്നാഗിരി വരെയുള്ള കാഴ്ചകളാണ്. പനവേലിലേക്ക് ഞങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 235 രൂപയാണ് ഒരാൾക്ക്. ഇത് ഇപ്പൊ പാസഞ്ചർ ആണെങ്കിലും ഞങ്ങൾ എക്സ്പ്രസ് ഫെയറിന്റെ ടിക്കറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. മഡ്ഗാവിനും രത്നാഗിരിക്കും ഇടയിൽ ഈ ട്രെയിൻ ആകെ 22 സ്റ്റോപ്പുകളാണുള്ളത്. ആ 22 സ്റ്റോപ്പുകളും നമുക്കിന്ന് പകർത്താം. നമ്മൾ ഇതുവരെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഇത്രയും സ്റ്റേഷനുകളൊന്നും ഇതുവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കറക്റ്റ് 6:20 തന്നെ വണ്ടി എടുത്തു. ഇനിയിപ്പോ മത്സ്യഗന്ധ എക്സ്പ്രസ് ഒക്കെ വരുന്നുണ്ട്. അതിന്ന് ഡിലേ ആണ്. അവിടെ ഉള്ളത് മഡ്ഗാവ് മുംബൈ CSMT ജനശതാബ്ദിയാണ്. അത് ഇവിടുന്ന് ഉച്ചക്കാണ് പുറപ്പെടുക. അതിന്റെ അപ്പുറത്താണുള്ളത് തേജസ്. നമ്മുടെ ഇതിന് ശേഷം രണ്ട് അൺറിസർവ്ഡ് കോച്ചും ഒരു ജനറേറ്ററും പിന്നെ അതിന് മുന്നിലുള്ളത് ലോക്കോയോ ആണ്. 4 മണിക്കൂർ വൈകി ഇതാ മത്സ്യഗന്ധ എക്സ്പ്രസ് വരികയാണ്. മംഗളൂരു എത്തുമ്പോൾ എന്തായാലും നല്ലൊരു ലേറ്റ് തന്നെ ആവില്ല. ഈ മത്സ്യഗന്ധ എക്സ്പ്രസ് തന്നെയാണ് മംഗളൂരു എത്തിയതിനു ശേഷം മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് ആയിട്ട് പോകേണ്ടത്. 1 മണിക്ക് ശേഷമാണ് ഈ വണ്ടി എത്തുന്നതുണ്ടെങ്കിൽ മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് റീഷെഡ്യൂൾ ചെയ്യും. ട്രെയിൻ ഇപ്പോൾ സുറാവലി സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ചെറിയൊരു സ്റ്റേഷനാണിത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഈ ഭാഗത്താണെന്നാണ് തോന്നുന്നത്. വലിയൊരു പ്ലാറ്റ്ഫോമായിട്ടൊന്നും ഇല്ല ഇവിടെ. പ്ലാറ്റ്ഫോമേ ഇല്ല. ഇതാ ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് കയറാൻ അങ്ങ് അവിടെ കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നു. അവരവിടെ കയറി. ഈ ഭാഗത്ത് പിന്നെ കൂടുതലും മരങ്ങളൊക്കെയാണ്. 1 മിനിറ്റാണ് ഇവിടെ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. സത്യത്തില് ഈ ഒരു കോച്ചിൽ ഇപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഈ ട്രെയിൻ വരുന്നതിന് മുന്നേ മഡ്ഗാവിലേക്ക് മംഗളൂരു സൂറത്ത് എക്സ്പ്രസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നു രത്നഗിരി ഭാഗത്തേക്കുള്ള കുറെ ആൾക്കാർ അതിൽ കയറി പോയിട്ടുണ്ടാവും അല്ലേ? 5:45 അത് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ പറയാ, അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കല്ല വന്നത്. നമ്മുടെ വണ്ടി ഷണ്ടിങ് ചെയ്ത് വരുന്ന സമയത്ത് 3 വഴി ഒരു വണ്ടി വന്നിട്ടില്ലേ, അത് ആ വണ്ടിയാണ്. അങ്ങനെ ആ വണ്ടി വന്നുകൊണ്ട് ഒരുപാട് യാത്രക്കാർ അതിൽ കയറിയിട്ടുണ്ടാവും. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ കാണുന്നത് കൃഷിപ്പാടാണ്. പുറകിലായി മലനിരകൾ. ട്രെയിൻ ഇപ്പോൾ മെജോഡ ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. സ്റ്റേഷനിലെത്തി. ഇതൊക്കെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടുന്ന് കയറാനായിട്ടുള്ളത്. കൊങ്കൺ റെയിൽവേയിൽ ആകെ 2 റെയിൽവേ ജംഗ്ഷനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് നമ്മൾ കയറിയ മഡ്ഗാവ് ജംഗ്ഷൻ, ഇപ്പൊ ഈ കാണുന്ന മെജോഡ ജംഗ്ഷൻ. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് വാസ്കോഡ ഗാമയിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. 16 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ വാസ്കോയിലേക്ക്. ഈ ലൈനാണ് നേരെ വാസ്കോഡ ഗാമയിലേക്ക് പോകുന്നത്. ട്രെയിൻ ഇപ്പോൾ വെർണ എന്നുള്ളൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ അത്യാവശ്യത്തിന് നല്ല പ്ലാറ്റ്ഫോം ഒക്കെ തന്നെയുണ്ട്. ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. പലരും ചോദിക്കുന്ന കാര്യമാണ്, കൊങ്കൺ റെയിൽവേ വഴി മഴക്കാലത്ത് ഏത് ട്രെയിനിലാണ്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ട്രെയിനുകളൊക്കെ പുറപ്പെടുന്നുണ്ടല്ലോ, അതിൽ ഏതിൽ പോയി കഴിഞ്ഞാലാണ് മുഴുവൻ കാഴ്ചയും കാണാൻ വേണ്ടി സാധിക്കാന്ന്. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയാം. കാരണം 756 കിലോമീറ്റർ ആണ് ഈ ഒരു കൊങ്കൺ റെയിൽവേയുടെ ടോട്ടൽ ഒരു ദൈർഘ്യം വരിക. മംഗലാപുരത്തിനടുത്തുള്ള തൊക്കൂർ മുതൽ
മഹാരാഷ്ട്രയിൽ പനവേൽ എത്തുന്നതിന് മുന്നിലുള്ള റോഹ വരെ. അപ്പോൾ ആ ഒരു മുഴുവൻ സ്ട്രെച്ചും 756 കിലോമീറ്റർ നമുക്ക് ഒരൊറ്റ ട്രെയിനിൽ ചിലപ്പോൾ കാണാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു പ്ലാൻ എടുത്തത്. തലേ ദിവസം മഡ്ഗാവിൽ വന്ന് താമസിച്ച് ഇനി ഒരു ട്രെയിൻ. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒട്ടുമിക്ക സ്റ്റേഷൻസും, അതായത് ഈ റൂട്ടിലത്തെ ലോക്കൽ മറ്റുള്ള സാധാരണ നോർമൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വിടുന്ന ട്രെയിനുകളൊക്കെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും നിർത്തത്തൊന്നുമില്ലല്ലോ. ഇതിൽ ഒരുപാട് സ്റ്റേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ വെർണയിലാണ് ഗുഡ്സ് യാർഡൊക്കെ ഉള്ളത്. അതൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ്. ഇനിയിപ്പം നല്ല മഴ വീണ്ടും വരികയാണ്. ഇവിടെ ഇപ്പോൾ കുറേ നേരമായല്ലോ വണ്ടി നിർത്തിയിട്ട്. ഏതോ ഒരു വണ്ടി വരാനുണ്ട്. മിക്കവാറും ഏതെങ്കിലും ഗുഡ്സോ ഫ്ലോറോയോ അങ്ങനെ എന്തെങ്കിലും ആണ്. എക്സ്പ്രസ് ട്രെയിൻ ഒന്നും കാണിക്കുന്നില്ല. ഇതേ വണ്ടി വരുന്നുണ്ട്. ഇത് ഗുഡ്സ് അല്ലല്ലോ. വേറിസ്മേ ട്രെയിനിലൊന്നും വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് രത്നഗിരി ദീപ എന്നൊക്കെ കാണുന്നുണ്ട്. അതായത് ഇതൊരു എം ടി റേക്കാണല്ലോ. ഇതിലാരും ഇല്ല. ഈ വണ്ടീൻ്റെ തന്നെ ഒരു റേക്കാണ്. മഴ പെയ്തു തുടങ്ങി. കൊങ്കൺ റെയിൽവേ പിന്നെ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് ക്രോസിങ്ങുകൾ കിട്ടും എല്ലായിടത്തുനിന്നും. നമ്മളങ്ങനെ സുവാരി ബ്രിഡ്ജിന്റെ ഭാഗത്തേക്ക് ഇതാകത്തുകയാണ്. രാവിലെ തന്നെ നല്ലൊരു കിടിലൻ കാഴ്ചയാണ്. പാലം ഇതാ ഇതുവഴിയാണ് ഇങ്ങനെ കടന്നു പോവുക. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഈ പാലം രാത്രിയിൽ കാണാനും നല്ല ഭംഗിയാണ്. ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാണ്. പാലം കഴിഞ്ഞിട്ടില്ല. നല്ല പച്ചപ്പാണ്. മഴക്കാലത്ത് കൊങ്കൺ റെയിൽവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം. 7:19 ട്രെയിൻ ഇതാ കർമാലി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കർമാലിയിൽ എന്തായാലും നല്ല തിരക്കുണ്ടാവും. കർമാലി, തിരി ഇതൊക്കെ തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണ്. ഈ കൊങ്കൺ റെയിൽവേന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ റെയിൽവേയിലത്തെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടല്ലോ. ഇപ്പം ലോക്കോ പൈലറ്റ്, അതുപോലെ തന്നെ ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ, അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ യൂണിഫോം മറ്റ് സോണുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യൻ റെയിൽവേയിൽ മറ്റ് സോണുകളിലെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ കൊങ്കൺ റെയിൽവേയിൽ വ്യത്യസ്തമാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ സാധാരണഗതിയിൽ മഡ്ഗാവ് നിന്ന് രത്നഗിരിക്ക് ഏകദേശം ഒരു 335 കിലോമീറ്റർ എങ്ങാണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ, അതായത് നമ്മളെ ജനറൽ ടിക്കറ്റ് എടുക്കുമല്ലോ, അതിൽ എഴുതി കാണിക്കും കിലോമീറ്റർ 335 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പക്ഷേ 335 കിലോമീറ്റർ ഇല്ല, 235 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് 100 കിലോമീറ്റർ കൂടുതൽ എടുക്കുകയും ചെയ്യും. അതിന് ആനുപാതികമായ പൈസയും വാങ്ങും. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. സാധാരണഗതിയിൽ നമ്മൾ കിലോമീറ്റർ നോക്കുന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് ഇത്ര പൈസയാണല്ലോ നമ്മൾ പറയാം. പക്ഷേ കൊങ്കൺ റെയിൽവേയിൽ ജനറൽ ടിക്കറ്റിന് പൈസ കുറച്ച് കൂടുതലാണ്. മണ്ടോവി റിവർ ഇവിടെ ഒരു ബോട്ടൊക്കെ പോകുന്നതാണ്. പിന്നെ ഇവിടെയുണ്ട് ദൂദ്സാഗറൊക്കെ ഉള്ളത് ഈ ഒരു നദിയിലാണ്. നദീന്റെ പേരിൽ തന്നെ ഒരു ട്രെയിനൊക്കെ ഉണ്ട്, മണ്ടോവി എക്സ്പ്രസ്. രാവിലെ തന്നെയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്.
മഴക്കാറൊക്കെ ഇപ്പൊ പോയി. ഏഴ് 50 ട്രെയിൻ ഇതാ തിരിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു ട്രെയിൻ ഉണ്ട്, മുംബൈയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ്. സ്റ്റേഷൻ എത്തിയ പിന്നെ ആ വണ്ടീനെ കാണൂല. എൻ്റെ നടുക്ക ഒരു ബസ് ട്രെയിൻ ഉണ്ടല്ലോ, സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 7:51 ട്രെയിൻ ഇതാ തിവിം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഒരു മഴ പെയ്ത് പോയതേ ഉള്ളൂ. ശരിക്കും ഉണ്ടല്ലോ ഈ ഗോവയുടെ ഒരു നോർത്തൻ ഗോവ എന്ന് പറയുമല്ലോ, ആ ഒരു ഭാഗത്തേക്ക് വരണമെങ്കിൽ ഈ തിവീം സ്റ്റേഷനാണ് ഇറങ്ങേണ്ടത്. ഈ തിവീമില് റെയിൽവേന്റെ റിട്ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുവരെ അവിടെ സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റിയ ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ അഞ്ജുന ബീച്ച് ഉണ്ട്, വാഗത്തറ ബീച്ച് ഉണ്ട്, ബാഗ ബീച്ച് ഉണ്ട്, കലാങ്കോട്ട ബീച്ച്. ഈ ഒരു ഭാഗം എല്ലാം അതൊക്കെ ഒരുമിച്ച് അടുത്തടുത്തുള്ള ഒരു ബീച്ചുകൾ തന്നെയാണ്. ഗോവയിലെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പായ പെർനാം 8 ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, മുംബൈ CSMT മംഗളൂരു ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ്. ഇതിന്നൊരു അരമണിക്കൂർ ഡിലേ ആണ്. പണ്ടൊക്കെ കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് ട്രെയിൻ വഴി പോവുകയാണെങ്കിൽ ഒരുപാട് വളഞ്ഞിട്ടൊക്കെയാണ് പോകേണ്ടി വരിക. അതിനുശേഷം 1990-ലാണ് കൊങ്കൺ റെയിൽവേയുടെ പണി തുടങ്ങിയത്. 8 വർഷത്തിന് ശേഷം 1998 ജനുവരി 24 രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് പ്രശസ്ത എഞ്ചിനീയറായ മലയാളി കൂടിയായ ശ്രീധരൻ സാറാണ്. പ്രധാനപ്പെട്ട ഒരു ടണലാണിത്, പെർനാം ടണൽ. മഴക്കാലത്ത് കുറച്ച് പണികളൊക്കെ കിട്ടുന്ന ഒരു ടണലാണിത്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മണ്ണിടിച്ചിൽ കാരണം ഇത് ടണൽ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുന്നത്തെ വർഷമാണോ എന്നൊരു സംശയം. മഹാരാഷ്ട്രയിലെ ഈ ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പായ മധുര 8:24. കൊങ്കൺ റെയിൽവേയിലത്തെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയുണ്ട്. 8:35 ട്രെയിൻ ഇത് സാവന്തവാടി റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മഡ്ഗാവ് സാവന്തവാടി പാസഞ്ചറിൽ നിന്നും ഇനി ഈ ട്രെയിൻ ഇവിടെ നിന്ന് സാവന്തവാടി റോഡ് ദിവ സിന്ധുദുർഗ് എക്സ്പ്രസിലേക്ക് മാറുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ മുതൽ റിസർവേഷൻ ആ കോച്ചുകളൊക്കെ ആവും. അതായത് D4 വരെയുള്ളത് ഇപ്പോൾ നിലവിൽ ജനറലാണല്ലോ, അതെനിക്ക് ഇവിടെ അങ്ങോട്ട് റിസർവേഷൻ തുടങ്ങും. പിന്നെ പുറകിലത്തെ 3 തേർഡ് AC എക്കണോമിയുടെ റിസർവേഷൻ. മഡ്ഗാവ് നോക്കിയാൽ റിസർവേഷൻ കിട്ടില്ല കേട്ടോ, സാവന്തവാടി കൊടുത്താൽ മതിയാവും. ഇവിടുന്ന് കയറാൻ തിരക്കുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത, ഈ ഭാഗത്തും ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. അതായത് ഈ ട്രെയിനിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഇറങ്ങാം. ഇത് നല്ല കിട്ടില്ല സ്റ്റേഷനാണ് കേട്ടോ. അപ്പൊ സിന്ധുദുർഗ് എക്സ്പ്രസ് ഇതാ ഇവിടെ മുതൽ ഇനിയിപ്പോൾ ആരംഭിക്കുകയാണ്. Train number 10106 Savandwadi Diva Express is now ready for departure from platform number 1. Wish you all a very happy and comfortable journey. അങ്ങനെ സാവന്തവാടി റോഡ് സ്റ്റേഷൻ ഇതാ സിന്ധുദുർഗ് എടുത്തു. ട്രെയിൻ നമ്പർ 10106. ട്രെയിൻ ഇപ്പോൾ സറാപ്പ് എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഈ സ്റ്റേഷന്റെ ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. ഭാഗത്ത് കൂടുതലും കാട് തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറയണ്ടായില്ലേ, ഈ റൂട്ട് വഴി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടിക്കറ്റ് നിരക്കിൽ കുറച്ച് കൂടുതലാണ്, അതുപോലെ തന്നെ കിലോമീറ്റർ കൂടുതലായിട്ട് കാണിക്കുന്നതെന്നൊക്കെ. അതിനെ പറഞ്ഞ പേര് ഇൻഫ്ലേറ്റഡ് ഡിസ്റ്റൻസ് എന്നാണ്. ആ ഒരു രീതിയാണ്. അതെങ്ങനെയാണെന്ന് കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ കൊങ്കൺ റെയിൽവേ ആ ഒരു നിർമ്മിക്കുന്ന ആ ഒരു കാലഘട്ടം കാര്യങ്ങളൊക്കെ,
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാതെ ഒരു പ്രത്യേക കോർപ്പറേഷനാണ് ഈ ഒരു കൊങ്കൺ റെയിൽവേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് KRCL എന്ന് പറയും, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ അവർ ഈ ഒരു റൂട്ട് വഴി എന്ന് പറഞ്ഞാൽ ഏകദേശം 100ഓളം തുരങ്കങ്ങൾ, 2000-ലധികം ചെറുതും വലുതുമായ പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ഭീമമായ തുകയാണ് വന്നത്. അപ്പോൾ ആ ഒരു കടമൊക്കെ എന്താ പറയുക, കടമാണ് ആ ഒരു പൈസയൊക്കെ എന്താ പറയുക എടുത്തെന്ന് പറയാം, അതൊക്കെ വീട്ടാനാണെന്ന് പറയാം. അപ്പോൾ സാധാരണ നിരക്കിനേക്കാൾ ഏകദേശം ഒരു 40% അധികം ദൂരത്തിന്റെ പൈസയാണ് നമ്മളിപ്പം എന്താ പറയുക ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അത് റിസർവേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ ഒരു നിർമ്മാണത്തിന്റെ ഒരു മൂലധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഏതാണ്ട് ഒരു 51% കൊടുത്തത്. പിന്നെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, നമ്മുടെ കേരളം ഒരു 6% കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗത്തേക്ക് ഇല്ലെങ്കിലും നമ്മുടെ അങ്ങോട്ടേക്കുള്ള ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതാണല്ലോ, അതുകൊണ്ടാണ് കേരളമൊക്കെ ഹെൽപ്പ് ചെയ്തെന്ന് പറയാം. പിന്നെന്ന് പറഞ്ഞാൽ ഈ കൊങ്കൺ റെയിൽവേക്ക് ഒരുപാട് മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്. അതായത് ഈ മഴക്കാലത്ത് ഈ പാലത്തിന്റെ ആയാലും ടണലിന്റെ ആയാലും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക മണ്ണൊക്കെ ഇടുമല്ലോ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൈസ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെയിൽവേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അധിക വരുമാനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു നിരക്കൊക്കെ ഈടാക്കുന്നത്. ഇവിടെ സ്റ്റേഷന്റെ കുറച്ച് പണികളൊക്കെയാണ്. ഇതിലൂടെ ഈ ഒരു വണ്ടിയൊക്കെ പോകുന്നത് കാണാം. ഒരു ജനറേറ്ററാണത് ആ ഒരു പുറകിലായിട്ടുള്ളത്. ഇങ്ങനെതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തു. സറാപ്പിന് ശേഷവും ട്രെയിനിൻ്റെ അകത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവരെല്ലാം എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട്. സുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ. 9:05 ട്രെയിൻ ഇതാ കുടാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വെരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് ഇതാ ഇവിടെ. നാളെ വെളുപ്പിന് ഇത് തിരുവനന്തപുരത്തെത്തും. ഇത് തിരുവനന്തപുരം സെൻട്രലിലേക്ക് തന്നെ പോകുന്ന വണ്ടിയാണ് ഈ ഒരു കോച്ചിൽ. ഇത് ശബരി എക്സ്പ്രസിന് ഉണ്ടായിരുന്നതാണ്, അവർ ഇതിലോട്ട് കൊടുത്തു. ഈ ട്രെയിനിൽ ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് വെരാവൽ വരെ പോയിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. ആ സമയത്തൊക്കെ ഇതിൻ്റെ പാൻട്രി കൂടുതലും മലയാളീസൊക്കെ തന്നെ ആയിരുന്നു. ആരാന്ന് അറിയില്ല, മലയാളികൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഉച്ചയ്ക്ക് നല്ല ഊണും മീൻകറിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടുന്ന് അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ. കൂടുതലും ആ ഒരു ഭാഗത്തായിരുന്നു കയറാനുണ്ടായിരുന്നത്. സിന്ധുദുർഗ് എക്സ്പ്രസ് അങ്ങനെ ഇതാ സിന്ധുദുർഗ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 9:19. ഈ കൊങ്കൺ റെയിൽവേയിൽ എല്ലാ സ്റ്റേഷനിലും ഇതുപോലുള്ള ഒരു ഷെഡ് ഉണ്ടാവും. മഴയൊക്കെ വന്നാൽ കയറി നിൽക്കാലോ. ട്രെയിനിപ്പോൾ കങ്കാവലി എന്ന സ്ഥലത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 9:38 ട്രെയിൻ ഇതാ കങ്കാവലി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ തന്നെയാണ് ഈ റൂട്ടിൽ. ഞാൻ പറഞ്ഞില്ലേ ഈ റൂട്ടിൽ ഒട്ടുമിക്ക സ്റ്റേഷനിലും ഇതുപോലെയുള്ള ഷെഡുകൾ ഉണ്ടെന്ന്. ഇത് ഇവിടെയും കാണാം. നല്ല പച്ചപ്പാണേ. കാലാവസ്ഥ വീണ്ടും മാറി, മഴക്കാറാണ്. രത്നഗിരി ഭാഗത്തെത്തുമ്പോഴത്തേക്കും എന്തായാലും നല്ല മഴയൊക്കെ കിട്ടും. എന്തായാലും അതിന് മുന്നേ തന്നെ കിട്ടും. അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ, വീടുണ്ട്. അതിലൂടെ തന്നെ ഒരു റോഡും കൂടെ കാണാം. ഒരു ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ. ശക്തമായ മഴ തുടങ്ങി. ശരിക്കും മഴയാണ് വേണ്ടത് കേട്ടോ. മഴയത്താണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ യാത്ര കുറച്ചും കൂടെ മനോഹരമാവുന്നത്. ഇവിടെ ഈ ഒരു വിൻഡോ ഇങ്ങോട്ട് ആക്കിയാലും ഇതിലൂടെ വെള്ളം അകത്തേക്ക് തെറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിലൂടെയും വെള്ളം കയറുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇവിടെ ഈ ഒരു ഗ്ലാസ് ഇട്ടകത്തേക്ക് വെള്ളം കയറും കേട്ടോ. ഇതാ ഈ വിൻഡോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വിൻഡോ ആണിത്. 10 മണിയായി. ട്രെയിനിതാ നന്ദഗാവ് റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ടൗണിലേക്ക് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ നിലമ്പൂർ റോഡ് പോലൊക്കെ തന്നെയാണ്. അതായത് ഈ റോഡ് എന്ന് പറഞ്ഞൊരു ഇത് സ്റ്റേഷന് കൂടെ എഴുതി ചേർക്കാനുള്ള കാരണം റെയിൽവേ സ്റ്റേഷന് ആ ഒരു ടൗണ് കുറച്ച് മാറിയിട്ടാണ്. ചെറുതായുള്ളൊരു മഴയുണ്ട് ഇപ്പോൾ. ഇവിടെ കുറേ നേരമായി വണ്ടി നിർത്തിയിട്ട്. ഇത് ഈ ഒരു വണ്ടി എങ്ങനെ വരുന്നത് കാണാം. നമ്മുടെ ലോക്കോ പൈലറ്റാണ് കേട്ടോ അത് നടക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കയറി ഏത് വണ്ടിയാണെന്ന് നോക്കാം. വണ്ടി പെട്ടെന്ന് തന്നെയാണ് വന്നത്. വൈപ്പറൊക്കെ ഇട്ട് അവരവ്. ലോകമാന്യത്തിലേക്ക് മടുകാവ്. ഇത് ഹൈ കപ്പാസിറ്റി പാഴ്സൽ വാൻ. ഇതിൻ്റെ അകത്ത് സ്കൂട്ടറുകളും ചിലപ്പോൾ കാറുണ്ടാവും. കാറൊക്കെ കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ് ഇത്. 10:15. ട്രെയിൻ ഇപ്പോൾ അച്ചീർണ എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിൻ ചെറുതായത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് വെറുതെ ഈ ഭാഗത്തുനിന്ന് വന്ന് നിൽക്കേണ്ട കാര്യം വരുന്നില്ല. എല്ലാവരും അങ്ങ് ആ ഒരു മുൻഭാഗത്ത് തന്നെയാണ്. ഇവിടേക്ക് അനൗൺസ്മെന്റ് സിന്ധുദുർഗ് എക്സ്പ്രസ് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇവിടെ നിന്നും ഇതുവരെയായിട്ടും ട്രെയിൻ എടുത്തിട്ടില്ല. ലോക്കോ പൈലറ്റാണ് ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും വണ്ടി വരാനുണ്ടാവും. ഇന്നൊരു അൺറിസർവ്ഡ് യാത്രയാണല്ലോ. ശരിക്കും ഇന്ന് ഈ ട്രെയിനിൽ തിരക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് ഡോറിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വരുന്നത്. തിരക്കുണ്ടായിരുന്നെങ്കിൽ സീറ്റിൽ നിന്ന് എഴുന്നേക്കാനേ പറ്റൂല. ഈ വണ്ടിയിൽ നിന്ന് തിരക്കില്ലാത്തതിന് കാരണം നേരത്തെ തന്നെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ മുന്നിൽ സൂറത്ത് വണ്ടി പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഈ വണ്ടീനെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനിയൊക്കെ മിക്കവാറും ഓവർടേക്ക് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടല്ലേ? ഞാൻ നോക്കിയ സമയത്ത് അതിപ്പോ സിന്ധുദുർഗ് എത്തിയിട്ടുണ്ട്. എന്തായാലും അത് രത്നഗിരി കഴിഞ്ഞിട്ട് ഓവർടേക്ക് വരും. കാരണം അതിന് ഒരുപാട് ഫ്ലാഗ് ടൈം ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഞങ്ങളിപ്പോ 2 ട്രെയിൻ ആയിട്ടാണല്ലോ ഇപ്പൊ യാത്ര ചെയ്യുന്നത്. അപ്പൊ അതില് മഡ്ഗാവ് നിന്ന് ഏകദേശം രത്നഗിരി എത്തുന്നവരെ ഈ ട്രെയിനിൽ എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ രത്നഗിരി കഴിഞ്ഞാൽ പിന്നെ ദീപ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ സ്റ്റോപ്പില്ല. ഇത് തുത്താരി എക്സ്പ്രസ് ആണ്. ദാദർന്ന് സാവന്തവാടി റോഡ്. പത്ത് 52 ട്രെയിൻ ഇതാ വൈഭവ്വാടി റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ചില സമയത്ത് ഒരു ക്രോസിങ് കിട്ടുമോ എന്ന് അറിയില്ല. നോക്കാം. एक्सप्रेस प्लेटफॉर्म क्रमांक 1 आली आहे. या गाडीचं आगमन ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെയുള്ളത് മുംബൈ CSMT മഡ്ഗാവ് കൊങ്കൺ കന്യ എക്സ്പ്രസ്. ഈ വണ്ടിയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്തോളം ഡിലേ ആണ്. ഈ വണ്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് മണ്ഡോവി എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടി. ഈ സ്റ്റേഷൻ്റെ പേര് ഗാരേപാടൻ അങ്ങനെയാണ്.
ആ ഒരു പ്രൊനൗൺസിയേഷനിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. പ്ലാറ്റ്ഫോമും ട്രെയിൻ ഇതും തമ്മിൽ കുറച്ചൊരു പ്രശ്നമുണ്ട്. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. ഈ കൊങ്കങ്കനി എക്സ്പ്രസിന്റെ കാര്യം പറയുവാണെങ്കിൽ മൺസൂൺ സമയത്ത് എപ്പോഴും ഇത് ഡിലേ ആവാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ ഇതിന്റെ റേക്ക് ഷെയറിംഗ് തന്നെയാണ്. റേക്ക് ഷെയറിംഗ് ആയിട്ട് പോകുന്ന വണ്ടി മണ്ടോവി എക്സ്പ്രസ് ആണ്. ഈ 2 വണ്ടിയും കൊങ്കൺ റെയിൽവേന്റെ വണ്ടി തന്നെയാണ്. പക്ഷേ ഈ കൊങ്കൺ റെയിൽവേയിൽ ഈ 2 വണ്ടികൾക്കും വലിയ പ്രയോറിറ്റി ഒന്നും തന്നെയില്ല. കാരണം എല്ലാ ദിവസവും അത് ഡിലേ ആയിട്ടാണ്. ഇപ്പോൾ ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ എല്ലാ ദിവസവും ഡിലേ ആവാറുണ്ട്. 3 മണിക്കൂറിന് മുകളിലൊക്കെയാണ് ഡിലേ ആയിട്ട് ഓടുന്നത്. ഒന്നാമത്തെ കാര്യം, മഡ്ഗാവ് നിന്ന് മുംബൈയിലേക്കുള്ള മണ്ടോവി എക്സ്പ്രസ് ഇല്ലേ, അത് മുംബൈയിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ഡിലേ ആവും. സ്വാഭാവികമായിട്ടും അവിടുന്ന് പുറപ്പെടേണ്ട കൊങ്കങ്കനി എക്സ്പ്രസ്, കാരണം ഈ മണ്ടോവി എക്സ്പ്രസ് മുംബൈയിൽ എത്തിയിട്ട് തന്നെയാണ് അത് അവിടെ നിന്ന് തിരിച്ച് മഡ്ഗാവിലേക്ക് കൊങ്കങ്കനിയായിട്ട് വരേണ്ടത്. അപ്പോൾ ആ വണ്ടി റീഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഡിലേ തന്നെയാണ് വണ്ടി. സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്നൊരു നദിയാണ്. ഭാഗത്ത് കൂടുതലും വലിയ വലിയ മലനിരകളൊക്കെ തന്നെയാണ്. 11:18 ട്രെയിൻ ഇപ്പോൾ രാജാപൂർ റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിനിൻ്റെ തൊട്ട് പുറകെ വരുന്നത് മണ്ടോവി എക്സ്പ്രസ് ആണ്. അതിന്ന് 2.5 മണിക്കൂർ റീഷെഡ്യൂളാണ്. കൊങ്കങ്കനി എത്താൻ വൈകിയതുകൊണ്ട് തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ സൗന്ദൽ എന്നൊരു സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായത്. ട്രെയിനിൽ വന്നിറങ്ങിയവരൊക്കെ ഇതുവഴിയാണ് നടന്നു പോകുന്നത്. വലിയൊരു ടണലാണ്. ഇവിടെ ഒരു റോഡൊക്കെ ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ വിലവാടി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു വന്ദേ ഭാരത് ഉണ്ട്, മുംബൈ CSMT മഡ്ഗാവ്. അതൊരു 20 മിനിറ്റോളായി ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ആ ഒരു ഫ്രെയിം കണ്ടില്ലേ, WDG 3A ഉണ്ട് ഇവിടെ. ഇനി അതിനെ കാണാൻ പറ്റില്ല. അതിവിടെ നിന്ന് ഇപ്പം എടുക്കുവാണ്. ഒരു ഗുഡ്സ് ട്രെയിൻ കാരണം. ട്രെയിൻ ഇപ്പോൾ വെരാവലി എന്നൊരു സ്റ്റേഷനിലെത്തി. ഇവിടത്തെയും പ്രൊണൗൺസിയേഷൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്നൊരു വണ്ടീൻ്റെ ക്രോസിംഗ് കാണാനായി സാധിക്കും. മുംബൈ CSMT നിന്ന് മഡ്ഗാവിലേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ്. ജനശതാബ്ദി ഇത് കടന്നു വരികയാണ്. അജ്നീൻ്റെ WP7. മുംബൈയിൽ നിന്ന് തന്നെ വരുവാണെങ്കിലാണ് ഇത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. 12:24 ട്രെയിനിൻ്റെ അടാവലി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ട്രെയിൻ ഇപ്പോൾ നിവാസർ എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ വണ്ടിക്ക് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് ഒരു ഓവർടേക്കിംഗ് ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന രാജധാനി എക്സ്പ്രസ്. രാജധാനി വരികയാണ്. രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നെയാണ് ഈ ഒരു മനോഹരമായ കാഴ്ച. താഴെ അവിടെ കൃഷിയാണ്. അങ്ങ് ദൂരെയായി വലിയ മലനിരകൾ കാണാം.
താഴെ ഭാഗം വഴി ഒരു ചെറിയൊരു നദിയൊക്കെ ഉണ്ട്. നല്ല മഴയാണ്. എന്തായാലും അടക്കാം, അല്ലെങ്കിൽ ഇവിടെ മുഴുവനും വെള്ളമാവും ഈ ഒരു സീറ്റിന്റെ ഭാഗത്ത്. അതേതാ അടച്ചോ അത്. മഡ്ഗാവിൽ നിന്നും 235 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മഹാരാഷ്ട്രയിലെ രത്നാഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വടാപ്പാവൊക്കെ വിൽക്കാനുള്ള ആൾക്കാരാണിത്. ഗരം ഗരം വടാപ്പാവ്. ഇവിടെ 12 മണിക്കാണ് വണ്ടി എത്തേണ്ടത്. 1 മണിക്കൂർ 44 മിനിറ്റ് വണ്ടി ഇടയില്ലേ. എന്തായാലും ഇവിടുന്ന് ഒരു വടാപ്പാവൊക്കെ വാങ്ങിക്കണം. അത് നിങ്ങൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. ഇവിടെ ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ് വന്നിട്ടുണ്ട്. ഇതിന്റെ മുന്നിൽ ഇതാ ഒരു ആൽക്കോ. മഡ്ഗാവിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ രത്നാഗിരി മുതൽ മുംബൈ വരെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാഗസിൻ കൊണ്ടുവന്നേക്കും. ബൈ ബൈ.